നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു തൈര് സാദം നാളെ വേദയ്ക്ക് കൊടുത്തു വിടാമെന്ന്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ജസ്റ്റ് വേറൊന്നുമില്ല, ചോറിൽ ലേശം തൈരിനെ മിക്സ് ചെയ്ത് അങ്ങനെ അങ്ങ് വച്ചേക്കുക. എന്നിട്ട് കുറച്ച് കടുക് പൊട്ടിച്ച് കടലയല്ലല്ലോ, പരിപ്പ് ഉഴുന്ന് എല്ലാം കൂടി എണ്ണയിലിട്ടൊന്ന് കടുക് പോലെ പൊട്ടിച്ച് വറ്റൽമുളകും പൊട്ടിച്ച് അതിൻ്റെ മുകളിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് കടുക്, വറ്റൽമുളക്, ഉഴുന്ന്, പരിപ്പ്, കടലപ്പരിപ്പ് എല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് ആ ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. വേറൊന്നുമില്ല, തൈരും ചോറും പോലെ ഇരിപ്പുണ്ട്. പക്ഷേ കടലയൊക്കെ ഇങ്ങനെ, കടലയല്ല പരിപ്പും ഒക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ലേശം പൊമഗ്രാനറ്റ് കൂടെ ഇട്ട് മാതളം എല്ലാം കൂടി ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ എനിക്കൊന്നും ഈ മാതളം കൂടി കഴിക്കുമ്പോൾ, ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല, മാതളം കൂടി കഴിക്കുമ്പോൾ ഒരു സ്വീറ്റ്നെസ്സും എല്ലാം കൂടി വന്നിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ എന്തോ ഇന്ന് വേദ പറഞ്ഞു വേദയ്ക്ക് ഇഷ്ടമായി, കൊള്ളാം, ഇനി ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. വേദയ്ക്ക് തൈരും ചോറും ഇഷ്ടമാണ്. പക്ഷെ പലവട്ടം ഞാൻ തൈര് സാദം ഉണ്ടാക്കിയിട്ടും കേർഡ് റൈസ് ഉണ്ടാക്കിയിട്ടും ഫ്ലോപ്പായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതും എനിക്ക് അത്രയ്ക്ക് തൈരും ചോറും കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇല്ല, വേറൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വേദയ്ക്ക് ഇന്ന് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇനി മിക്കവാറുമുള്ള എൻ്റെ വേദയുടെ ലഞ്ച് ബോക്സ് മെനുവിലെ ഒരു സാധനം കൂടിയായിരിക്കും ഈ ഒരു സാധനം. ഒപ്പം കുറച്ച് നെല്ലിക്ക അച്ചാർ കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറും പരിപ്പും വേദയ്ക്ക് ഇഷ്ടമാണ്, തൈര് സാദം ഇഷ്ടമായി. 2 ദിവസത്തേക്കുള്ളതായിട്ടോ. 2 ദിവസം മുടങ്ങാതെ ഓരോ ആഴ്ചകളിൽ 2 ദിവസം ഈ സ്ഥിരം സാധനങ്ങൾ ഉണ്ടാവാറുണ്ട്. കുഴപ്പമില്ല, തൈരൊക്കെ നല്ലതല്ലേ, കഴിക്കട്ടെ. ഞാൻ ആ വീഡിയോ എടുക്കാത്ത വേറൊന്നും കൊണ്ടല്ല, അതിനി എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ്. ഫ്ലോപ്പ് ആവുമോ സക്സസ് ആവുമോ എന്നുള്ള അറിയില്ല. അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ തൈരും ചോറും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. നമുക്ക് ഈ തൈരും ചോറൊന്നും പറ്റത്തില്ലല്ലോ. നല്ല എരിവും പുളിയും കടിച്ച് വലിക്കാനൊക്കെ ഉള്ള സാധനങ്ങളാണെങ്കിലല്ലേ ഇഷ്ടപ്പെടത്തുള്ളൂ. ഓക്കെ, ഏട്ടനില്ലാത്തത് കൊണ്ട് അധികം ജോലികളൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് വേദയ്ക്ക് ഞാൻ ചോക്കോസും പിന്നെ മുട്ട ചിക്കിയതും പിന്നെന്താണ് പൊംഗ്രാനറ്റിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടിയാണ് അവൾ കഴിച്ചത് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഇത് കൊടുത്തു വിട്ടു. ഞാനിതുപോലെ ജ്യൂസ് അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഒക്കെ കഴിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലാണെങ്കിൽ വലിയ പ്രശ്നമില്ല. നെട്ടയത്ത് പോവും. ഞാൻ ഈ കുറച്ച് വെച്ചിരിക്കുന്ന വെയിറ്റുകളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് കൂട്ടിയിട്ട് വരും. അത് കഴിഞ്ഞ് എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. തിരുമല പോസ്റ്റ് ഓഫീസിലൊന്ന് വരണം. കാരണം വേദയ്ക്ക് സുകന്യ സമൃദ്ധി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഉണ്ട്. അത് വേദ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ 18 വർഷം നമ്മൾ അടയ്ക്കേണ്ട ഒരു ഇതാട്ടോ. എല്ലാ മാസവും അടയ്ക്കണം. അത് നമ്മുടെ ഉള്ള എത്ര രൂപയാണ്, 500 രൂപയോ 1000 രൂപയോ ഒക്കെ വേണമെങ്കിൽ എത്ര രൂപയുള്ളതനുസരിച്ച് അടയ്ക്കാം. അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് അവരുടെ കല്യാണ സമയമാകുമ്പം അവർക്ക് മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ പഠന ആവശ്യത്തിന് അതിൻ്റെ പകുതി എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റും ഒക്കെ ചേർന്നിട്ട് ഒരു 18 വർഷം അടയ്ക്കുമ്പോൾ ഒരു എമൗണ്ട് നമ്മൾ അടയ്ക്കുന്നതനുസരിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് ഞാൻ വളരെ പണ്ടേ ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൽ പൈസ അടയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ പൈസ അടയ്ക്കാനായിട്ട് പോയതാണ്. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ, പെൺകുട്ടികളുള്ള അമ്മമാരുണ്ടെങ്കിൽ, അച്ഛന്മാരോ ഉണ്ടെങ്കിൽ ഇതൊന്ന് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അന്വേഷിക്കുക. നമ്മൾ എത്രയോ രൂപ എന്തെല്ലാം ആവശ്യത്തിന് കളയുന്നു. അപ്പോൾ കുറച്ച് പൈസ നമ്മുടെ കുട്ടികൾക്കായിട്ട് ഇങ്ങനെ മാറ്റിയിട്ടാൽ എപ്പോഴെങ്കിലും നമുക്കത് ഉപകാരപ്പെടും. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് എന്നോട് ചോദിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് കാര്യം അറിയണമെങ്കിലും അവിടെ ചെന്ന് ഡയറക്റ്റ് ചോദിക്കുക. നമ്പറൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമല്ലോ. ഞാൻ എനിക്കറിയാവുന്ന ഇൻഫോർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നു. ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതിൻ്റേതായ ആൾക്കാരെ നിങ്ങൾ നേരിട്ട് വിളിച്ച് സംസാരിക്കുക കേട്ടോ. നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ ചോദിച്ചാൽ മതി. സുകന്യ എന്നാണ് ആ ഒരു പദ്ധതിയുടെ പേര്. ഒന്ന് സംസാരിച്ചാൽ മതി കേട്ടോ. അതിൽ എത്ര പേരുണ്ട് എന്നുള്ളതോടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാനത് കഴിഞ്ഞ് സ്മാർട്ട് ബസാറിൽ വന്നു. ഈ ഒരു സാധനം വാങ്ങാനാണ് ഞാൻ വന്നത്. ഫേസ് സിറം, ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ഫേസ് സിറം. ആക്ച്വലി ഇതെനിക്കൊരു കൊളാബറേഷനായിട്ട് വന്നതാണ്, ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ടർമറിക് ഫേസ് സിറം എന്നുള്ളത്. പക്ഷേ അതെനിക്ക് ഉപയോഗിച്ചപ്പോൾ നല്ല റിസൾട്ട് കിട്ടി കേട്ടോ. ഇത് പ്രൊമോഷൻ കാര്യങ്ങളല്ല, എനിക്ക് സത്യസന്ധമായിട്ട് സംഭവിച്ച കാര്യം പറയാണ്. എൻ്റെ സ്കിന്ന് നല്ല ബ്രൈറ്റായി കേട്ടോ. എനിക്കത് ഭയങ്കര, ഞാൻ രാത്രി ഒരു നേരമാണ് ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്നത്. അപ്ലൈ ചെയ്യാൻ എളുപ്പമുണ്ട് ഇങ്ങനെ സെറം ആയതുകൊണ്ട്. പക്ഷെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയുണ്ട്. ഞാനത് കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അത് വാങ്ങാനായിട്ടാണ് ശരിക്കും വന്നത്. പിന്നെ നോക്കിയപ്പോൾ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വേണം. പിന്നെ പുതിയൊരു ടങ് ക്ലീനർ കണ്ടു. ഇത് ഞാൻ ഇപ്പോഴാദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതും വാങ്ങിച്ചു. എനിക്ക് ടങ് ക്ലീനറൊന്നും ഇല്ലാതെ ഒരു ദിവസം കംപ്ലീറ്റ് ആവില്ല. രാവിലെ എഴുന്നേറ്റിട്ട് ടങ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഒരു സുഖം കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ ടങ് ക്ലീനർ നെട്ടയത്തേക്ക് വാങ്ങിച്ചു, നമ്മുടെ വീട്ടിലത്തേക്ക് വാങ്ങിച്ചു. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ഇനി വന്ന് വാങ്ങിക്കണ്ടല്ലോ, അപ്പോൾ ചിലപ്പോൾ മറന്നു പോകില്ല എന്നേരി ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനും വാങ്ങി. ഇപ്പോൾ ഉടനെ ഇങ്ങനെ ട്രാവലിംഗ് ഇല്ല എങ്കിലും കണ്ടപ്പോൾ വാങ്ങിച്ചു വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ റോസ്മേരി മറ്റേ വാട്ടർ ഉണ്ടല്ലോ, ഹെയറിൽ അപ്ലൈ ചെയ്താൽ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമെന്ന് നമ്മുടെ മിനി ആൻറ്റി പറഞ്ഞു കേട്ടോ. തേനൂനൊക്കെ അടിച്ചിട്ട് നല്ല വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതും ഒരു ബോട്ടിൽ വാങ്ങി. അങ്ങനെ
ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി. അത് കഴിഞ്ഞ് സ്മാർട്ട് ബസാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ഷുഗർ കെയിൻ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് കണ്ടു. എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ ഇത് ഒരെണ്ണം കുടിക്കാമെന്ന് പറഞ്ഞു, വാങ്ങിച്ച് കുടിച്ചു. കാരണം വേറെ ആർട്ടിഫിഷ്യൽ ഷുഗറും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. ഒരു ഷെമ്മീൻ ഷുഗർ കെയിനാണ് ഞാൻ വാങ്ങിച്ചത്. ഒപ്പം തന്നെ എനിക്കൊരു ഡെലിവറി ഉണ്ടായിരുന്നു, നമ്മുടെ ചൈതന്യ ഹോസ്പിറ്റലിൽ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. അതും കൊടുത്തിട്ടാണ് ഞാൻ സ്മാർട്ട് ബസാറിലേക്ക് വന്നത്. ശരിക്കും ആ ഡെലിവറി കൊടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ എന്തായാലും സ്മാർട്ട് ബസാറിലും എനിക്ക് കയറേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട് കയറിയതാണ് കേട്ടോ. അങ്ങനെ ഷുഗർ കെയിൻ ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചു. പക്ഷേ എനിക്ക് എന്തോ ഷുഗർ കെയിൻ ജ്യൂസ് ഇഷ്ടമായില്ല. നമ്മൾ നോർത്തിൽ പോകുമ്പോൾ കുടിക്കുന്ന ഷുഗർ കെയിൻ ജ്യൂസ് ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ നിറയെ ആൾക്കാരൊക്കെ നിന്ന് കുടിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. മേ ബി ഷുഗർ കെയിൻ്റെ ഒരു വ്യത്യാസം ആവാം. അവിടുത്തെ ഷുഗർ കെയിൻ നമ്മളന്ന് പച്ച കഴിച്ചപ്പോഴും എന്തോ ടേസ്റ്റ് ആയിരുന്നെന്നറിയോ, അതൊരു പ്രത്യേക രുചിയാണ്. അതുപോലെ തന്നെ ഈ മുട്ട പുഴുങ്ങിയതുണ്ടല്ലോ, നോർത്തിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടുത്തെ കഴിക്കുന്ന മുട്ടയുടെ ഒരു ടേസ്റ്റ് അല്ല. അതെനിക്ക് കഴിക്കാതേക്ക് ഇരുന്ന് കിട്ടാതെ ഇരുന്ന് ആഹാരം കിട്ടുമ്പോൾ അത് ആണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഷുഗർ കെയിൻ ജ്യൂസും കുടിച്ചിട്ട് ഇങ്ങനെ പോയപ്പോൾ ഞാനിങ്ങനെ ട്രാഫിക് ജാമിൽ കിടന്നപ്പോൾ മാക്സിൽ ഓഫർ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മാക്സിൽ കയറി ഒന്ന് അരിച്ച് പറക്കിയപ്പോഴേക്കും എനിക്കൊന്നും ഇഷ്ടമായില്ല. ഓഫർ എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറ്റിച്ചിട്ടൊക്കെ കേട്ടോ. ബൈ 2 ഗെറ്റ് ഈച്ച് 399 അങ്ങനെയൊക്കെയാണ് ഓഫറ്. അത് നല്ലതൊന്നുമില്ല, വളരെ മോശപ്പെട്ടതാണ്. പിന്നെ മാക്സിങ്ങാണ്ട് തുടങ്ങിയപ്പോൾ ഉള്ള സമയത്തുള്ള കുറേ ഡ്രസ്സുകളാണ് ഓഫറിന് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല. വെറുതെ എൻ്റെ സമയം ഒരു മണിക്കൂറോളം ഞാൻ അതിനകത്ത് കിടന്ന് കറങ്ങി. ഇതും വേദയ്ക്ക് നോക്കി, എനിക്ക് നോക്കി, ഏട്ടനും നോക്കി, അമ്മയ്ക്ക് 2 ടോപ്പ് ഉണ്ടാക്കി എടുക്കാൻ നോക്കി. ഒന്നും എനിക്കിഷ്ടമായില്ല. പിന്നെ ഞാൻ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും വേദ വന്നു. ഞങ്ങൾ എന്നിട്ട് തൊഴുവങ്കോട് അമ്പലത്തിൽ പോവുകയാണ്. തൊഴുവങ്കോട് അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. വേദ ഉത്സവം തുടങ്ങിയതിൻ്റെ അന്ന് മുതൽ തുടങ്ങിയ ബഹളമാണ്. മാമ തൊഴുവങ്കോട് പോകാം, ലൈറ്റ് കാണാൻ പോകാം, അത് പോകാം, ഇത് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട്. വേദയുടെ ഫ്രണ്ട് വേദിക തൊഴുവങ്കോട് അമ്പലത്തിനടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ വേദിക പറഞ്ഞു ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ ആണ്, വരുന്നില്ലേ വേദ എന്ന് ഉത്സവം തുടങ്ങിയ സമയം മുതൽ ചോദിക്കുകയാണ്. അതുകൂടെ കേട്ടപ്പോൾ വേദയ്ക്ക് ഇരിക്കാൻ ഒരു ഇതില്ല. പോകാമെന്ന് പറഞ്ഞിട്ട് ഇന്നാണ് അതിനുള്ള സമയം. സത്യം പറഞ്ഞാൽ ഇന്നുമില്ല. എന്നിട്ടും ഞാൻ സമയം കണ്ടെത്തി അമ്പലത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ഈ തുഴങ്കോട് അമ്പലത്തിലേക്ക് പോകാൻ 2 വഴിയുണ്ട്. ഈ വഴിയിൽ കുറച്ച് ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പുറം വഴിയിൽ കുറച്ച് ലൈറ്റും കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഓരോരോ പ്രോഗ്രാമും വലിയ ആൾക്കാർ വന്നിട്ടുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഫ്രൈഡേ ആണ് പോയത്. അപ്പം ഭയങ്കര തിരക്കായിരിക്കും എന്ന് കരുതി. മാത്രവുമല്ല ഒരു 6:30-7 മണി സമയം കൂടിയായിരുന്നു കേട്ടോ. തിരക്കായിരിക്കും എന്ന് കരുതി. പക്ഷേ ഭാഗ്യത്തിന് തിരക്കൊന്നും ഉണ്ടായില്ല. നന്നായിട്ടല്ല എങ്കിലും ഈ ഉത്സവ സമയത്ത് നമുക്ക് തൊഴുത് വരാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ലേ, ആ ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നന്നായിട്ട് തൊഴുത് ഇറങ്ങാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ദീപാരാധന സമയമായിരുന്നു. എങ്കിലും നല്ല രീതിയിൽ തൊഴുത് വരാനൊക്കെ പറ്റി ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. എത്ര ദിവസമായെന്നറിയോ ഞാൻ തൊഴുവങ്കോടൊക്കെ വന്നിട്ട്. പണ്ട് ഇവിടെ വന്നിടയ്ക്കൊക്കെ പൊങ്കാലയൊക്കെ ഇടാറുണ്ട്. ഇവിടെ എല്ലാ ദിവസങ്ങളിലും തുറക്കില്ല കേട്ടോ. ചൊവ്വ, വെള്ളി, ഞായർ അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അതിനെപ്പറ്റി അറിയില്ല. അങ്ങനെ ഏതോ ദിവസങ്ങളിലേ തുറക്കത്തുള്ളൂ. തുറക്കുന്ന ദിവസങ്ങളിൽ ഇവിടെ പൊങ്കാലയൊക്കെ ഉണ്ട് കേട്ടോ. കുറേ നാളായി പൊങ്കാലയൊക്കെ ഇടാനായിട്ട് വന്നിട്ട്. എന്തിന് അമ്പലത്തിൽ പോകാൻ തന്നെ സത്യം എത്ര ദിവസം കൊണ്ട് തൊഴുവങ്കോടെന്നല്ല, ഞാനൊരു അമ്പലത്തിലൊന്നും പോകണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നതേ ഇല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് എൻ്റെ ജോലിയൊക്കെ കഴിയുമ്പോൾ ഒരു സമയം, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ഈ നോൺ വെജൊക്കെ കഴിച്ചിട്ട് പിന്നെ പോകാനായിട്ട് അങ്ങ് മടിക്കും കേട്ടോ. അതുകൊണ്ട് എത്ര ദിവസമായെന്നറിയോ ഒന്ന് അമ്പലത്തിൽ പോകാൻ വരെ കൊതിച്ചിട്ട് നടക്കുന്നതേ ഇല്ല. നമ്മൾ എന്തൊക്കെയാണെങ്കിലും അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ഒരു പോസിറ്റീവ് ഫീൽ തന്നെ നമുക്ക് കിട്ടില്ലേ. പ്രത്യേകിച്ച് ആ ചന്ദനക്കുറിയൊക്കെ ഒന്ന് നെറ്റി തൊടുമ്പോൾ ഒരു മുഖത്ത് എന്തെന്നില്ലാത്തൊരു ഐശ്വര്യമായിരിക്കും. അപ്പോൾ ഒന്നും പോയി തൊഴുത്തിട്ടൊക്കെ വരുമ്പോൾ മനസ്സിനൊരു സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് മിക്കവാറും പോകണമെന്നൊക്കെ കരുതി നടക്കത്തില്ല. പിന്നെ പള്ളിയിലാകുമ്പോൾ നമ്മളിപ്പോൾ നോൺ വെജ് കഴിച്ചിട്ട് പോകുന്നൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വെട്ടുകാട് ചർച്ചിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അങ്ങനെ പോവാറുണ്ട്. അങ്ങനത്തെ നമ്മൾ തൊഴുവങ്കോട് അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ചേട്ടനാണെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. അമ്പലത്തിനകത്ത് വീഡിയോ എടുക്കണ്ടെന്ന് പറയുന്നതിലൊരു അർത്ഥമുണ്ട്, എടുക്കണ്ടെന്ന് അയാൾ പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെയാണെങ്കിലും എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുമുണ്ട്. ചേട്ടനൊന്ന് ഷോ കാണിച്ചതാണെന്ന് തോന്നുന്നു. വീഡിയോ ഒന്നും എടുക്കല്ലേ എന്ന് പറയും. ഞാൻ നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്നവരെല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ അമ്പലത്തിനുള്ളിലും അല്ലല്ലോ, പുറത്തല്ലേ. അപ്പോൾ അമ്പലത്തിനുള്ളിൽ എന്നാണ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ എടുക്കല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇനി അമ്പലത്തിനകത്ത് വീഡിയോ എടുക്കുന്നില്ല. കാരണം നമ്മളവർ പറയുന്നത് കേൾക്കണമല്ലോ, കാരണം അമ്പലത്തിന് ഉള്ളിലല്ലേ. അങ്ങനെ അതേ വേദ ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി ഐഷേഡൊക്കെ ഇട്ട് ഭയങ്കര സുന്ദരിയായിട്ടൊക്കെയാണ് വേദ എന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഡ്രസ്സ് വേദൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ പോകുമ്പം ഇടാനായിട്ട് വാങ്ങി വെച്ചതാട്ടോ.
വർഷം ഒന്നാവണം ഗുരുവായൂർ പോകുമ്പോൾ ഇടാനായിട്ട് വാങ്ങി വെച്ചത്. അത് ഇതുവരെ നമുക്ക് ഗുരുവായൂർ പോകാനും പറ്റിയില്ല, ഇട്ടതുമില്ല. ഗുരുവായൂർ പോകാൻ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ വേറെ എന്തെങ്കിലും തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റില്ല. അല്ലാതെ പോകാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം വേദയ്ക്ക് ഗുരുവായൂർ ഭയങ്കര ഇഷ്ടമാണ്. ഗുരുവായൂർ വരണമെന്ന് പറഞ്ഞ ഒരേ ബഹളമാണ് കേട്ടോ. അപ്പോൾ വേദ ഇല്ലാതെ പോകാൻ പറ്റില്ല. വേദയ്ക്ക് സ്കൂളും ട്യൂഷനും ഒന്നും ഇല്ലാത്ത ദിവസം മാത്രമേ നോക്കി പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ഗുരുവായൂർ യാത്ര അങ്ങനെ ഡിലേ ആവുന്നത്. എല്ലാ വർഷവും ഒരു മാർച്ച് സമയമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഗുരുവായൂർ സാധാരണ പോകുന്നത്. മിക്കവാറും ഇപ്രാവശ്യം അങ്ങനെ തന്നെയായിരിക്കും പോകുന്നത് കേട്ടോ. അതാകുമ്പോൾ വേദയ്ക്ക് എക്സാം ഹോളിഡേയ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് പഠിക്കാനില്ലാത്ത ഒരു അവധി കിട്ടുന്ന ദിവസം നമ്മൾ പോയിട്ട് വരും. അങ്ങനെയൊക്കെ ഇനി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് അവിടെ പോകാൻ പറ്റാത്തതിൽ കാർ എടുത്തിട്ട് പോയില്ല, വസ്ത്രം തുടങ്ങിയിട്ട് പോയില്ല. അതിൻ്റെയൊക്കെ ഒരു വിഷമം മനസ്സിൽ നല്ലതായിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ വരാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ ഗുരുവായൂർ. രാവിലെ വെളുപ്പിനൊക്കെ പോയി തൊഴുതിട്ട് അന്ന് തന്നെ തിരിച്ച് വരണമെങ്കിലും വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിനുള്ള സമയവും സന്ദർഭമൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഗുരുവായൂർ പോകണം. അതൊരു വലിയ ഘടമായിട്ട് ഇപ്പോഴും ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുത ശേഷം ഓപ്പോസിറ്റ് സൈഡ് വഴി ഇറങ്ങാം കേട്ടോ. ഇതാണ് രണ്ടും അമ്പലത്തിൻ്റെതാണ്. ഇതാണെന്ന് തോന്നുന്നു മെയിൻ ഒരു ഫ്രണ്ട് സൈഡെന്ന് പറയുന്നത്. ഇന്നിവിടെ നാടകമൊക്കെയാണ് കേട്ടോ. ഇന്നലെയൊക്കെ ഗാനമേള, MG ശ്രീകുമാറിൻ്റെയൊക്കെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നാടകവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ലൈറ്റ് ഷോയും സൗണ്ട് ഷോയും ഒക്കെ ഉണ്ട്. മറ്റേ ക്രാക്കേഴ്സിൻ്റെയും ഒക്കെ പരിപാടികളുണ്ട് കേട്ടോ. അത് കാണാനൊക്കെ ആൾക്കാർ സമയമായപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്നെന്തോ അധികം തിരക്കുണ്ടായിരുന്നില്ല, നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫുൾ കാറും സ്കൂട്ടറും ഒക്കെ ആയിട്ട് ബ്ലോക്കായിട്ട് പോകാനേ പറ്റത്തുണ്ടായിരുന്നില്ല. തിരിച്ചു പോകുന്ന വഴിക്ക് പിന്നെ വേദയ്ക്ക് ഇത് എന്താണ് എൻ്റെ എന്തോ ഒരു സാധനത്തിന് പേര് പറയുമല്ലോ, കടലയെല്ലാം കൂടി ഇങ്ങനെ മിക്സാക്കി തരുന്നത്, അത് വേണമെന്ന് വെച്ചപ്പോൾ അത് വേണ്ട, അവർക്ക് മറ്റേ പൊട്ടറ്റോ ഫ്രൈയും കോളിഫ്ലവറും വേണമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അത് രണ്ടും വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി. ഇത് അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കടല പുഴുങ്ങിയതൊക്കെ. അങ്ങനെ 3 കടലയുടെ പാക്കറ്റ് പാഴ്സൽ വാങ്ങി ഞാൻ വൈകിട്ട് നേരെ അങ്ങ് നെട്ടയത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. വേദ സ്കൂൾ വിട്ട് വന്നിട്ട് ഒന്നും കഴിച്ചില്ല. വേദയ്ക്ക് ഇന്നത്തെ ഫുഡ് ഓക്കെ ആയോ എന്ന് ഞാൻ നമ്മുടെ കേർഡ് റൈസ് കഴിച്ചോ എന്ന് വെച്ചപ്പോൾ കഴിച്ചു എന്ന് പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റും വളരെ ലൈറ്റായിട്ടായിരുന്നു. കേർഡ് റൈസും പിന്നെ വൈകിട്ട് വന്നിട്ടൊന്നും കഴിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് വിശപ്പുണ്ടാവും. വേദയ്ക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ വന്നത്. അപ്പോൾ ഒരു 6:30-7 മണി സമയമായി. അതുകൊണ്ട് വേദയ്ക്ക് പിന്നെ ഞാൻ അവൾക്ക് ആവശ്യമുള്ള സാധനമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതൊക്കെ ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോൾ ഞാൻ തൽക്കാലം കഴിക്കുന്നില്ല എന്ന് വെച്ചു. കോളിഫ്ലവർ ഫ്രൈയും പിന്നെ പൊട്ടറ്റോ ഇങ്ങനെ ഞാനെന്താ പറയുമല്ലോ, ഇതിൻ്റെ ഒന്നും പേര് സത്യം ഇന്നലെ കോമഡി ആയിരുന്നു കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ മോം ടു ബി എന്ന് ഞാൻ പറഞ്ഞതാണ്, അത് ബ്രൈറ്റ് ടു ബി ആയി. ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പേഴ്സണലായിട്ട് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും ഞാൻ ഓർമ്മിക്കാണ്ടാണ് ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ ഓർമ്മിക്കത്തില്ല, അങ്ങ് പറഞ്ഞു പോകും. പിന്നീട് വീഡിയോ ഇതുപോലെ ആരെങ്കിലും കമൻറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞതല്ലേ എന്ന്. അപ്പം മോം ടു ബി ആണ്, ബ്രൈറ്റ് ടു ബി അല്ല കേട്ടോ. ഇന്നലെ അത് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഡെയിലി ലൈഫിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ചില സമയങ്ങളിൽ എൻ്റെ ഓർമ്മയിൽ വീഡിയോ ചെയ്യുമ്പോൾ വരില്ല. അത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യം കേട്ടോ. പൊട്ടറ്റോ സാധനത്തെ എന്തോ പറയില്ല, ഇങ്ങനെ ഇരിക്കുന്ന സാധനം, അതിപ്പോൾ വേദ കഴിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ ഒരു കപ്പലണ്ടി കൂടെ വാങ്ങി. ഇതാട്ടോ വേദ കഴിക്കുന്ന ആ സാധനം വാങ്ങി. അതെവിടെ കണ്ടാലും വേദയ്ക്ക് അതും വേണം, ഈ കോളിഫ്ലവറും വേണം. അങ്ങനെ അത് രണ്ടും വാങ്ങിയിട്ട് പിന്നെ ഞാൻ നെട്ടയത്തേക്ക് വേണ്ടിയിട്ട് കപ്പലണ്ടി കൂടി ഒരു 2-3 എണ്ണം ഇങ്ങനെ വാങ്ങിച്ചു. അപ്പോഴേക്കും നമ്മുടെ വേദയുടെ ഫ്രണ്ട് വേദികയുടെ അമ്മ മെസ്സേജ് ഇട്ടു. ചേച്ചി മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചു, നിങ്ങൾ വരുന്നുണ്ടോ, തൊട്ടടുത്താട്ടോ വീട്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. വേദ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വേദിക്ക് മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി മോളെ കൊണ്ട് ട്യൂഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് വന്നിട്ടാണ് വിളിച്ചത്. ഞാനിവിടെ എത്തി, നിങ്ങൾ വന്നോ, വരുന്നുണ്ടോ, പോയോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ പോയില്ല, ഇവിടെ ഉണ്ട്, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്നും പറഞ്ഞ് പിന്നെ വേദ കഴിച്ച പാടെ നേരെ നമ്മൾ വേദികയുടെ വീട്ടിലൊന്ന് കയറിയിട്ടാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ രസം തന്നെ അല്ലേ. നമ്മുടെ പൊങ്കാല മാർച്ച് 3-നാണ് കേട്ടോ, ആറ്റുകാൽ പൊങ്കാല. അതൊരു ഗംഭീര പൊങ്കാലയാണ്. നമുക്ക് ഇടാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇപ്രാവശ്യം. ചീമയുടെ ഡെലിവറി ടൈമൊക്കെ ആ ഒരു ടൈം ഓൾമോസ്റ്റ് ആ ഒരു സമയത്താണ്. അപ്പോൾ ഡെലിവറി ആവുകയാണെങ്കിൽ നമുക്ക് പൊങ്കാല ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ചെറിയ സംശയത്തിൽ നിൽക്കുകയാണ് കേട്ടോ. ഇടാൻ പറ്റിയില്ലെങ്കിൽ ഞാനൊരു ചെറിയ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് പൊങ്കാലയ്ക്ക്. നടക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വേദിക കുട്ടി, വേദിയുടെ ഫ്രണ്ട്. അങ്ങനെ വീട്ടിൽ ജസ്റ്റ് കയറി കുറച്ച് സമയം കാര്യമൊക്കെ പറഞ്ഞിരുന്നു. കാര്യം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല, കുറച്ച് സമയം കൂടുതൽ ഇരുന്ന് കേട്ടോ.
ഇത് വേദികയുടെ ചേച്ചി ഋതിക. നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവർക്ക് ഇവരെയൊക്കെ അറിയാം. കാരണം നമ്മുടെ വീട്ടിൽ എന്തൊരു കാര്യം വന്നാലും വേദിക, അഥർവ അവരൊക്കെ ഉണ്ടാവും. അവരൊന്നും ഇല്ലാത്തൊരു പരിപാടികളും നമുക്കില്ല. അത്രയ്ക്ക് കൂട്ടാട്ടോ എല്ലാവരുമായിട്ട്. ഇത് വേദികയുടെ അമ്മ. നമുക്ക് ബന്ധുക്കളെക്കാട്ടി കൂടുതലുള്ളത് സുഹൃത്തുക്കളാണ്. അത് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കും. ബന്ധങ്ങളെക്കാട്ടി വലുതാണ് സുഹൃത്ത് ബന്ധങ്ങളെന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാനും ഇഷ്ടമാണ്. ചില സുഹൃത്തുക്കളും ബന്ധുക്കളെ പോലെ തന്നെയാണ് കേട്ടോ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നാവുന്നത് ആർക്കും ഇഷ്ടമല്ല. പക്ഷെ ചിലരുണ്ട് കേട്ടോ, നമ്മുടെ വളർച്ച കണ്ട് സന്തോഷിക്കുന്ന വേറെയും ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ചില സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് യഥാർത്ഥ ബന്ധുക്കളും സുഹൃത്തുക്കളും എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ, എന്തായാലും കുറച്ച് സമയം അവിടെ ഇരുന്നപ്പോഴേക്കും വീട്ടിൽ നിന്ന് വിളി വന്നു. ഞാൻ പറഞ്ഞില്ലേ നെട്ടയത്തേക്കാണ് തിരിച്ച് പോകുന്നതെന്ന്. വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് വിളി വന്നു. പിന്നെ ഓടിപ്പിടച്ച നെട്ടയത്തെ പോയി 8 മണിയായിട്ടോ വീടെത്തിയപ്പോഴേക്കും. അവിടെ വന്നപ്പോഴേക്കും അച്ഛനൊക്കെ ഡിന്നറൊക്കെ കഴിച്ച് റെഡി ആയിരിക്കുകയാണ്. ഇതൊന്നും കൊണ്ടു കൊടുത്തപ്പോൾ ആർക്കും വേണ്ട. വലിയ വിശപ്പൊന്നുമില്ല. ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നത് കൊണ്ട് ആർക്കും ഒന്നും വേണ്ട. എങ്കിലും അവിടെ ഇരുന്ന് പൊളിച്ചൊക്കെ തിന്ന് കഴിച്ച് ഒക്കെ ഇരുന്നു. അമ്മ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. എന്നത്തെയും വീഡിയോയിൽ അമ്മ എല്ലാവരോടും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതല്ലേ കാണുന്നത്. എന്നിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദയ്ക്ക് 5 വയസ്സും കണ്ടുള്ളപ്പോൾ ഉള്ളൊരു ഡ്രസ്സിനെ എടുത്ത് കുത്തി കയറ്റിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ. ഏതൊക്കെ ചില ഡ്രസ്സുകളുണ്ട്, അത് എത്ര കീറിയാലും ചെറുതായാലും അവൾ വീണ്ടും അത് തന്നെ ഇടത്തുള്ളൂ. നമ്മളായാലും ചില ഡ്രസ്സുകൾ അങ്ങനെയാണല്ലേ, നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്ന ആ ഡ്രസ്സായിരിക്കും. എപ്പോഴും എവിടെയെങ്കിലും പോയിട്ട് വന്ന് അതൊക്കെ ഇടാൻ ഭയങ്കര സുഖമായിരിക്കും. അത് തന്നെ എടുത്ത് എപ്പോഴും കയറ്റിക്കൊണ്ടിരിക്കും. വേദയാട്ടോ വീഡിയോ എടുക്കുന്നത്. എന്ത് കുന്താണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വേദയും പപ്പിയും കൂടെ ഞാൻ പറഞ്ഞില്ലേ പിണക്കത്തിലാണ്. പപ്പിക്കിന്ന് വാക്സിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിലാണ് പപ്പി. 2 കാലിലും ഇഞ്ചക്ഷൻ വെച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണത്തിലാണ് പപ്പി. വേദയ കഴിഞ്ഞ ദിവസം പപ്പി കടിക്കാൻ വന്നു എന്ന് പറഞ്ഞിട്ട് വേദയും പപ്പിയും കൂടി മിണ്ടത്തില്ല. പപ്പിക്കും അറിയാം കേട്ടോ, പപ്പിയും അങ്ങനെ വലിയ മുഖം വേദ മിണ്ടുന്നില്ല എന്ന് മനസ്സിലാക്കി മുഖം കൊടുക്കത്തില്ല, വേദയും നോക്കത്തില്ല. വേദ ഇന്ന് ചെറുതായിട്ട് പപ്പിയോട് മിണ്ടി കേട്ടോ. അപ്പോൾ ആ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വന്ന് നിൽക്കുകയല്ലേ. അമ്മ കണ്ണ് പൊത്തി കളിക്കുന്നു. അമ്മ ഭീകരിയല്ല, ലോല ഹൃദയമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ അമ്മ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ ഇപ്പോഴാണ് അറിഞ്ഞത് വീഡിയോ എടുക്കുന്നു എന്ന്. അങ്ങനെ ഒരു തോർത്തിനെ എടുത്ത് തോളത്തിട്ടുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. പപ്പി ഇതേ ഉറങ്ങുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തൊഴുവങ്കോട് അമ്പലത്തിലെ ഉത്സവം 2 ദിവസം കൂടി എന്തോ ഉള്ളൂ കേട്ടോ. പോകണം. ഒരുപാട് പേരെ കണ്ടു കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. തൊഴുവങ്കോട് വെച്ച് ഒരുപാട് പേരെ കണ്ടു. സന്തോഷം. എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ കഴിയാണ്. ടാറ്റാ, ബൈ ബൈ.